ശ്രീ ഹസ്കർ, എപ്പോഴാണ് CPM-ന് PDP പീഡിത വിഭാഗമായത്? രോഹിണി, PDP എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകൻ ശ്രീ അബ്ദുൽ നാസർ മഅ്ദിനി ആയതുകൊണ്ട് അതൊരു തീവ്രവാദ സംഘടന എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരുപക്ഷെ PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ തുടക്കകാലത്ത് മുതൽ ഇന്നുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം പരിശോധിച്ചാൽ ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണ നൽകിയതായി നമുക്ക് മുമ്പിൽ തെളിവുകളില്ല. അത്തരം ഒരു ആരോപണം പോലും നേരിട്ടിട്ടില്ല. ശ്രീ അബ്ദുൽ നാസർ മഅ്ദിനിയെ പോലും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതും സമൂഹത്തിൽ അദ്ദേഹത്തെ ഒരു തീവ്രവാദിയായി ചിത്രീകരിക്കുന്നതിനും അദ്ദേഹത്തെ നിരന്തരം ജയിൽവാസത്തിലേക്ക് വിടുന്നതിനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഭരണകൂട ഭീകരതയുള്ള ഒരു നാട്ടിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. സ്വാഭാവികമായും അബ്ദുൽ നാസർ മഅ്ദിനി ഏതെങ്കിലും പിശകുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിയമത്തിന്റെ വഴി തേടണം എന്നു തന്നെയാണ് ഇടതുപക്ഷവും അതുപോലെ ഇടതുപക്ഷത്തെ കാംക്ഷിക്കുന്നവരും കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമി മറ്റൊരു വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് ഇടതുപക്ഷം വിലയിരുത്തിയിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നിലപാടുകൾ മുതൽ ലോകത്താകമാനമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ്. ഞങ്ങൾ RSSനെയും സംഘപരിവാറിനെയും വിമർശിക്കുന്നത് ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുത്തുക എന്നുള്ള ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് RSSനെയും അതുപോലെ സംഘപരിവാറിനെയും നിശിതമായി ഞങ്ങൾ വിമർശിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുത്തുക എന്നുള്ളതും ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതുമാണ് രാഷ്ട്രീയമായി അവരുടെ ധാരണ, അവരുടെ തീരുമാനം. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഒരു തരത്തിലും നമുക്ക് ബോധ്യം വന്നിട്ടില്ല. അവരുടെ നിലപാടുകളിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടെന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടാതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അതുപോലെ PDPയുടെയും നിലപാടുകളും അത് പ്രവർത്തികളും അവരുടെ പരിപാടിയിൽ നിന്നും വളരെ കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് PDP MP ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതുപോലെ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് PDP എന്ന ഒരു വിലയിരുത്തലാണ് ഇടതുപക്ഷത്തിനുള്ളത്. അത് വളരെ തുറന്നു പറയുന്നതിൽ യാതൊരു തരത്തിലും ഇടതുപക്ഷത്തിന് മടിയില്ല. ശ്രീ ഹസ്കർ, അങ്ങനെ തുറന്നു പറയുന്നതിൽ മടിയില്ലാതിരിക്കുമ്പോൾ കോയമ്പത്തൂർ സ്ഫോടന കേസ്, ബാംഗ്ലൂർ സ്ഫോടന കേസ്, ഒപ്പം തീവ്രവാദ റിക്രൂട്ടിംഗ്, ഇതിലൊക്കെ ആരോപണ വിധേയരാണ് മദനി എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമുക്ക് 1995 ഒരു രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരത്തിലേക്ക് കൂടി പോകാം. അന്നത്തെ ഗവൺമെന്റ് ലോ കോളേജ് ഈവനിംഗ് ബാച്ചിലെ SFIയുടെ വിദ്യാർത്ഥി ചെയർമാനെ വെട്ടിക്കൊല്ലുന്നത് PDP പ്രവർത്തകരായിരുന്നു. അതിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഈ സക്കീറാണ് കൊല ചെയ്യപ്പെടുന്നത്. സക്കീറിന്റെ പിതാവിനും വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്കുകൾ അന്ന് ഏറ്റിരുന്നു. അപ്പോൾ PDP പീഡിത വിഭാഗമല്ല എന്നുള്ളത് 95 തന്നെ വ്യക്തമാകുന്നതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു തരത്തിലും കൂട്ടുപിടിക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകാല തെരഞ്ഞെടുപ്പുകൾ കൂടി വിലയിരുത്തേണ്ടി വരും. അതായത് 2019, 2024, അതോടൊപ്പം തന്നെ 1996, ഇതിലൊക്കെ LDF ആരെയാണ് കൂട്ടുപിടിച്ചിരുന്നത് എന്നുള്ളത് BN ഹസ്കറിന് വളരെ വ്യക്തമായി അറിയാമല്ലോ. അപ്പോൾ അന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായി തൊട്ടുകൂടായ്മയൊന്നുമില്ലായിരുന്നു. ഇപ്പോഴാണ് അവർ UDFനോട് അടുത്തപ്പോൾ, വെൽഫെയർ പാർട്ടി രൂപീകരിച്ച് UDFനോട് അടുത്തപ്പോഴാണ് നിങ്ങൾക്കത് വർഗീയ പാർട്ടിയായത്. PDPയെ അപ്പോഴും ചേർത്ത് നിർത്താമല്ലേ? രോഹിണി, PDPയുടെ പ്രാകൃത രൂപം എന്ന് പറയുന്നത് ISS എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു. സ്വാഭാവികമായും ISS എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് 91 ISS സ്ഥാപിതമാകുന്നത്. ISS എടുത്തിട്ടുള്ള നിലപാട് തീവ്ര മുസ്ലിം വിഭാഗങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് ശ്രീ അബ്ദുൽ നാസർ മഅ്ദിനിയുടെ നേതൃത്വത്തിൽ വലിയ സംസ്ഥാനത്താകമാനം വലിയ തോതിൽ ISS ആരംഭിക്കുകയും 1994 PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് അത് മാറ്റമുണ്ടാവുകയും ചെയ്തു. അങ്ങ് സൂചിപ്പിച്ചത് തിരുവനന്തപുരം ലോ കോളേജിലെ സക്കീറിന്റെ കൊലപാതകം, അദ്ദേഹം പെരുമാതുറ സ്വദേശി, തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറ സ്വദേശി, അദ്ദേഹത്തിന്റെ വീട്ടിനുള്ളിൽ അർദ്ധരാത്രിയിൽ PDPയുടെ പ്രവർത്തകർ എന്ന് കരുതുന്ന 10ഓളം ആളുകൾ കടന്നു ചെല്ലുകയും അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സക്കീറിന്റെ രക്തസാക്ഷിത്വം വെറുതെയല്ല, ആ കേസിലെ പ്രതികൾക്കാകമാനം ശിക്ഷ ലഭിക്കുന്ന സാഹചര്യം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്
അതിന്റെ നിയമപരമായിട്ടുള്ള വസ്തുത. ആ വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ PDPയുമായി നിരന്തരം അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ നിരന്തരം മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ സംഘർഷത്തിൽ CPM ഏർപ്പെടേണ്ടി സംശയമില്ല കാര്യത്തിൽ. പക്ഷെ അപ്പോഴൊക്കെ തന്നെ PDP കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ കൂടി പരിശോധിക്കണം. ഏതെങ്കിലും സംസ്ഥാനത്തെ ഒരു കലാപത്തിനോ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു കലാപ ശ്രമത്തിനോ PDPയുടെ ഭാഗത്തോ PDPയുടെ പ്രവർത്തകരുടെ പേരുകളോ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. കോയമ്പത്തൂർ സ്ഫോടനത്തിൽ ശ്രീ അബ്ദുൽ നാസർ മഅദനി അടക്കം കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ എതിരെ കുറ്റാരോപിതൻ എന്ന സ്ഥാനം മാത്രമേ ആ കേസിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം എത്ര വർഷക്കാലം കോയമ്പത്തൂർ ജയിലിൽ കഴിയേണ്ടി വന്നു എന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒരു പീഡിതനാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നൊരു കാഴ്ചപ്പാട് തന്നെയാണുള്ളത്. PDP ഒരിക്കലും വർഗീയ കക്ഷി എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലപാട് എടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നിലപാട് ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കലല്ല എന്ന് ഒരു കാലഘട്ടത്തിലും ഇടതുപക്ഷമോ CPMO പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അത് ഒരു തരത്തിലും എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നത്? ഞാൻ കണക്കുകൾ സൂചിപ്പിക്കാം. അതായത് 1996, 2004, 2009 ലോക്സഭാ ഇലക്ഷനുകളിൽ, 2024 ലോക്സഭാ ഇലക്ഷനിൽ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള മധുരയും ഡിണ്ടിഗലിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ടുണ്ടായിരുന്നു. രാജസ്ഥാനിലെ സിക്കാർ, അതായത് നിലവിലുള്ള MP പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ടോടുകൂടിയാണ് CPMന്റെ MP നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇത്രമധികം വർഗീയവാദിയാണ് എങ്കിൽ എന്തിനാണ് അവരുടെ പിന്തുണ തേടുന്നത്? അല്ല, ഇപ്പോ രാജസ്ഥാനിലെ സിക്കാറിലൊന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് അതിനുവേണ്ടി സ്വാധീനമുള്ള ഒരു സ്ഥലമാണെന്നും തോന്നുന്നില്ല. ഒരു 10, 200, 200 വോട്ടുകൾ മാത്രം ചെയ്യാൻ കഴിയുന്ന സ്വാധീന ശക്തി മാത്രമേ സിക്കാർ പോലുള്ള ഒരു പ്രദേശത്ത് ജമാഅത്തെ ഇസ്ലാമിക്കും. മറിച്ച് കേരളത്തിലെടുത്താൽ ജമാഅത്തെ ഇസ്ലാമിക്ക് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വോട്ട് ഷെയറുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. ഒരു സംശയം വേണ്ട വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച്. പക്ഷേ ആ വെൽഫെയർ പാർട്ടി 2009 മറ്റു തെരഞ്ഞെടുപ്പ് മുതൽ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടതുപക്ഷം ആവശ്യപ്പെട്ടിട്ടല്ല ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിട്ടുള്ളതെന്നും, അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് മനസാക്ഷി വോട്ട് ചെയ്യണമെന്ന് തന്റെ അണികളെ ഉദ്ബോധിപ്പിച്ചിട്ടുള്ളതെന്നും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അത് പൊതുമണ്ഡലത്തിലുള്ളതാണ്. അത് ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നതിനുള്ള വടിയായി ഉപയോഗിക്കുക എന്ന ഒരു ദുരന്ത സാഹചര്യത്തിലേക്കാണ് ഇന്ന് എത്തപ്പെട്ടിരിക്കുന്നത്. ശരി.